ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു UK EduPlus. എല്ലാവർക്കും UK EduPlus ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ്, ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും പരിചയപ്പെടാം. ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും UK EduPlus ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ 1 മാർക്കിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോസസ് കോൾഡ് വേർ എനർജി ഈസ് എമിറ്റഡ് ഫ്രം ദി എർത്ത് സർഫേസ് ആസ് ലോങ് വേവ് റേഡിയേഷൻ? അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ആൻസർ ടെറിസ്റ്ററിയൽ റേഡിയേഷൻ, അതായത് ഭൗമ വികിരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ? അന്തരീക്ഷ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നമുക്കറിയാം ആൻസർ തെർമോമീറ്റർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഡയറക്ഷൻ ഡു മൺസൂൺ വിൻഡ്സ് ബ്ലോ ഡ്യൂറിങ് സമ്മർ? അതായത് വേനൽക്കാലത്ത് മൺസൂൺ കാറ്റുകൾ വീശുന്നത്. ആൻസർ സൗത്ത് വെസ്റ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലോക്കൽ വിൻഡ്സ് ബ്ലോസ് അക്രോസ് ദ സഹാറ ഡെസേർട്ട്? അതായത് സഹാറ ഡെസേർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുൻപേ. സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന പ്രധാനപ്പെട്ട വിൻഡ് ഏതാണ്? ആൻസർ ഹെർമറ്റാൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോക്കൽ വിൻഡ് ബ്ലോസ് ഓൺ ദി സ്ലോപ്പ് ഓഫ് ദി റോക്കി മൗണ്ടെയ്ൻസ്? റോക്കി പർവ്വത ചെരുവിൽ വീശുന്ന പ്രാദേശിക വാതകം. ആൻസർ ചിനോക്ക്. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? നമുക്കറിയാം, ദ പ്രോസസ് വേർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് എർത്ത് ഔട്ട് ഗോയിങ് റേഡിയേഷൻ, ട്രാപ്പിംഗ് ഹീറ്റ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് വാമിംഗ് ഇറ്റ്. അതായത് ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തെ ചൂടുപിടിക്കുന്നു. ഈ പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഐസോബാർസ്? എന്താണ് ഐസോബാർസ് എന്ന് പറയുമ്പോൾ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇമാജിനറി ലൈൻസ് ഓൺ മാപ്സ് കണക്റ്റിംഗ് റീജിയൻസ് വിത്ത് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷ മർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ട് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖകളാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തത്, വാട്ട് ആർ ദി കോറിയോലിസ് ഫോഴ്സസ്? എന്താണ് കോറിയോലിസ് ഫോഴ്സസ്? നമുക്കറിയാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡിഫ്ലക്ഷൻ ഓഫ് വിൻഡ് ഡ്യൂ ടു എർത്ത്സ് റൊട്ടേഷൻ റൈറ്റ് വേർഡ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ദെൻ ലെഫ്റ്റ് വേർഡ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അതായത് കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോറിയോലിസ് ഫോഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റും അതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് പോയിൻറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, atmospheric temperature, then altitude above the sea level, then moisture content in the air. Then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what are the different types of winds? First one, permanent winds, periodic winds, local winds, variable winds. അപ്പോൾ ഇതും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യം തന്നെയാണ് 3 മാർക്കിന്. അതിൽ 3 മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അല്ലേ?
അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ആ 3 എല്ലാവരും പഠിക്കണം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ദെൻ ഓൾട്ടിറ്റ്യൂഡ് എബോവ് ദി സീ ലെവൽ, ദെൻ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദി എയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എസ്എ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കണ്ടൻസേഷൻ? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. നമുക്കറിയാം കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ, അതായത് കണ്ടൻസേഷൻ ഈസ് ദി പ്രോസസ് വേർ അറ്റ്മോസ്ഫിയറിക് വാട്ടർ വേപ്പർ ട്രാൻസ്ഫോം ഇൻ ടു ലിക്വിഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓർ ഐസ് ക്രിസ്റ്റൽസ്. ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഇൻക്ലൂഡ്. അതായത് അന്തരീക്ഷത്തിലെ നീരാവി ജലകണികളായി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ, അല്ലേ? ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട രൂപങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിൻറ്റ്സ് ആക്കിയിട്ട്. ഡ്യൂ, ഫ്രോസ്റ്റ്, ഫ്രോഗ്, ക്ലൗഡ്സ്. ഇതാണ് അതിൻ്റെ 4 ഫോംസ്. ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ്, ക്ലൗഡ്സ്. ഇത് ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി എഴുതണം. ഞാൻ പോയിൻറ്റ്സ് ആക്കി മാത്രം തന്നിട്ടുള്ളൂ, വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം. അപ്പോൾ അന്തരീക്ഷത്തിലെ നീരാവി ജലകണികളാൽ മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയാണ് കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസാണ് ഇവിടെ എഴുതിയത്. ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ്, ക്ലൗഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവേണ്ടതാണ്. കാരണം ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ, 3, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്ത് വിത്ത് ആൻസേഴ്സ്. അപ്പോൾ ചാനലൊക്കെ എല്ലാവരും ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുക, സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രതീക്ഷിത ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് എക്സാമിന് പോവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സും തന്നിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. ഓക്കെ ആണല്ലോ. താങ്ക് യു.